കുറെ ഹാർട്ടൊക്കെ ഉണ്ടല്ലോ. അതേ ഇത് വേറെ ആരും അല്ല എന്റെ പൊന്നേ, എന്റെ ഫ്രണ്ട് റിയ ആണ്. കണ്ടാ RIYA എന്റെ ഒപ്പം കോളേജിൽ പഠിക്കുന്നത് കേട്ടോ. ആ പിന്നെ നമ്മൾ പൊളിക്കൂലേ. ആ ഇനാഗ്രേഷൻ ഉടനെ കാണും. ആ സെലിബ്രിറ്റി വിളിക്കണം. ആര്? ഷാറുഖ് ഖാനാ? ആ ഷാറുഖ് ഖാൻ വേണ്ടടാ, നമുക്ക് ടോം ക്രൂസിനെ വിളിക്കാം. ബെന്തോന്നാ എടാ, കഴിഞ്ഞ ആഴ്ച കൂടെ വിളിച്ചു ചോദിച്ചേ ഉള്ളൂ എന്ന് റെസ്റ്റോറന്റ് തുടങ്ങുന്നു. പിന്നെ നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണ്. പിന്നെ ഡാൻസ് പാട്ടൊക്കെ ഉറപ്പായിട്ടും വേണം. ഡാൻസ് എന്തായാലും വേണം. ഇവിടെ ചിലരൊക്കെ അവസരം നോക്കിയിരിക്കുകയാണ് ഡാൻസ് കളിക്കാൻ. ആ ഞാൻ വിളിക്കാം. ശരി. അമ്മായി, നമുക്ക് ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിനെ ഫാസിലിനെ വിളിക്കാം, അല്ലെങ്കിൽ ദുൽഖർ സൽമാനെ വിളിക്കാം. ദുൽഖർ സൽമാൻ ആണെങ്കിലേ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും. കൂടെ കളിക്കാനായിട്ട് ആൾക്കാര് വേണ്ടേ? സാരമില്ല, ഇവിടെ പിന്നെ ഒരു മഹതിയായിട്ടുള്ള നർത്തകി ഉണ്ടല്ലോ. നിന്നെ ഉദ്ദേശിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആവശ്യമില്ലാതെ ചൊറിയാൻ നിക്കല്ലേ ശിവ. അമ്മായി ഉദ്ദേശിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്നെ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാ ഞാൻ അങ്ങോട്ട് കയറി മാന്തും കേട്ടോ. റൂട്ട് മാറിപ്പോയി. നീ എന്തോ പറഞ്ഞ? അല്ല, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ നിന്റെ ആരാണ്? അമ്മായി ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. നീ ഇങ്ങനെ എപ്പോഴും അങ്ങോട്ട് ചെന്നാലുണ്ടല്ലോ അവര് വകവയ്ക്കത്തില്ല നിന്നെ. ആ ഇനി മേലെ ഇങ്ങനെ ഉണ്ടായ എന്റെ സ്വഭാവം അറിയും രണ്ടുപേരും, പറഞ്ഞേക്കാം. പിന്നെ എന്തോന്നമ്മ, ഞാൻ അവരെങ്ങനെ സ്നേഹിക്കണെന്ന് അറിയാമോ? അമ്മായി സ്നേഹത്തിന്റെ കാര്യമൊന്നും പറയണ്ട. അമ്മായി ആദ്യം വന്നപ്പോ എന്നെ തറയെ വെക്കത്തില്ലായിരുന്നു. ഇപ്പോഴോ എന്നെ തറയെ നിർത്തത്തില്ല, ഫുൾ ടൈം എയറില്ല. എന്റെ അടുത്ത് ഇങ്ങനെ തന്നെയാ അമ്മൂമ്മ. വന്ന സമയത്തൊക്കെ വലിയ സ്നേഹമൊക്കെ ആയിരുന്നു. പിന്നെ അതങ്ങ് മാറി. നമ്മളെ കാണണ്ട, സംസാരിക്കണ്ട. ഞാൻ ഇങ്ങോട്ട് ചെന്നൈന്ന് വരുന്നത് എന്തോ ഇഷ്ടമല്ലാത്ത പോലെയാ. നമ്മളാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് അമ്മായി അങ്ങനെ അമ്മായി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തലയെ വെച്ചുകൊണ്ട് നടക്കും. നമ്മളെ വിധി. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? തെറ്റാണോ? നീ പറഞ്ഞത് അങ്ങനെ മറ്റേ അങ്ങനെ പറയുമ്പോഴേ നീ പറഞ്ഞത് തന്നെ ശരിയെന്ന് അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. കാരണം അമ്മ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം പക്ഷെ എന്തോ ഒരു സ്നേഹം ഇല്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ഇതുണ്ടല്ലോ. നിർത്തണ കേശു, നീ പറയാളെല്ലാം പറഞ്ഞ് എന്നിട്ട് ഇങ്ങനെ കിടന്ന് ഉരുളണ്ട കേട്ടാ. മുമ്മ ഒന്നും അറിക്കേ എന്താണ്? എന്ത് കരയേ? ഞങ്ങളുടെ ഗൗരിയമ്മായി കരയേ? ഞങ്ങളുടെ ഗൗരിയമ്മയ്ക്ക് ഞങ്ങളെ ചീത്ത പറയാനും തല്ലാനും ഒക്കെ ഉള്ള അവകാശമില്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടാ. ഞങ്ങളുടെ കൊച്ചിന്റെ സ്നേഹാഭിനയം ഒന്നല്ലേ, ഞങ്ങളുടെ കൊച്ചു മുത്തല്ലേ? പറയടേ അല്ലേ? പിന്നല്ല, നമ്മുടെ ചിങ്ക കുട്ടിയല്ലേ? അല്ലേ? ഞങ്ങളുടെ ബ്രൂസ്ലി അല്ലേ? അല്ലേ? ഞങ്ങളുടെ മൈക്കിൾ ജാക്സന്റെ അമ്മായി അല്ലേ? 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 ശർക്കര ഗൗരി അല്ലേ? തന്നെ തീർന്നാ? എന്തുവായിരുന്നു കരഞ്ഞങ്ങ്. മാഡത്തിനെന്തോ ഡാൻസ് ഒക്കെ പഠിക്കണം. എന്ത് ചെയ്യാനാ, മാഡം ബിസി അല്ലേ? നീ പറ. തന്നെ നടക്കുവോ? നമ്മളൊക്കെ പഠിപ്പിക്കോ? പഠിപ്പിക്കാം. കണ്ണത്തി കടകണമുണ്ടത്തി പരലിന്റെ കണ്ണു ചല ചലമ പോട്ട് മാനത്ത് പറക്കണ ചമ്പരന്തിന്റെ കണ്ണു ചല ചലകി പോട്ട് കണ്ണു ചല ചലകി പോട്ട് മലകിലെ തക്കം മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ കാടൻ കാറ്റു കിതച്ചോടും ഞാറ്റിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ താനകർ 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 താനകർ
മരത്തിലെ കായ്ക്കാൻ മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമര കാതിൽ തേന്മഴ കണ്ടം പൂട്ടടി പൂഞ്ചോലേ ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593 829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.